അല്ലാഹു സ്വീകരിക്കുന്നത് ആരിൽ നിന്നറിയുമോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സ്വീകരിക്കുന്നത് തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു അമലുകളെ സ്വീകരിക്കുന്നത്. നമ്മളെ തഖ്വയുള്ളവരല്ലെങ്കിൽ നമ്മളുടെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, അതിന്റെ നോമ്പുകൾ അല്ലാഹ്ക്ക് വേണ്ട, അതിന്റെ ഖിയാമുകളോ അതിന്റെ ഇഅ്തികാഫുകളോ അല്ലാഹു കബൂൽ ചെയ്യുന്നില്ല, അതിന്റെ സ്വതക്കകളും അല്ലാഹു സ്വീകരിക്കുന്നില്ല. അതിനു വേണ്ടി സന്ദർഭിച്ചു പോയ വിജ്ഞാന വേദികളുടെ പുണ്യങ്ങളും അല്ലാഹു നമുക്ക് വേണ്ടി നൽകുന്നില്ല. കാരണം എന്തേ? അല്ലാഹു സ്വീകരിക്കുന്നത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കാൻ. ആ പ്രയോഗം ഇന്നമാ എന്ന് പറഞ്ഞാൽ ഹസറിന്റെ പ്രയോഗമാണ്. അതിൻ്റെ ശേഷമുള്ളതിൽ മാത്രം എന്ന അർത്ഥം വരും. അതുകൊണ്ടാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുന്നത് ഇക്കൂട്ടരിൽ നിന്ന് മാത്രമാണ്. ആരിൽ നിന്ന്? തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ഒരു മാസത്തെ നോമ്പ് കൊണ്ട് അല്ലാഹ് പറഞ്ഞൊരു തഖ്വ നമ്മളിലൂടെ ആർജിച്ചെടുക്കാനും സാധ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളൊരു വിചാരം നടത്തണം. അല്ലാഹുവേ, എൻ്റെ അമലുകൾ നീ സ്വീകരിക്കുമോ? അല്ലാഹു കബൂൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ വിചാരിക്കണം എന്തെന്നറിയോ? ഞാൻ 21ാമത്തെ നോമ്പിൻ്റെ രാത്രി ഞാൻ മൊത്തം അള്ളാൻ്റെ പള്ളിയിൽ എത്തിക്കാഫിലായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് രാത്രി ഞാൻ പോകും. ഇതുപോലെ ഇതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലൊക്കെ പുണ്യങ്ങൾ ചെയ്തു. ഇതുവരെ ഒരു നോമ്പ് പോലും ഞാൻ വിട്ടിട്ടില്ല. എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ സ്വതക്ക കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമസ്കാരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ സംതൃപ്തിയിലാണ് നമ്മൾ ഇരിക്കണതെങ്കിൽ ഉള്ളിലൊരു ഭയം വേണം, അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ അള്ളാൻ്റെ അടുക്കലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കണം, നമ്മൾ സ്വീകരിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിക്കണം നമ്മൾ. കാരണം എന്താണെന്നറിയോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈല റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്-സമീഉൽ അലീം. ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം കഅബാലയത്തിന് വേണ്ടി അടിത്തറ പാകുമ്പോൾ റബ്ബിനോട് തേടുന്നുണ്ട്, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. കാരണം അവരുടെ മനസ്സിൽ എന്ത് വരാൻ? അല്ലാഹ് പറഞ്ഞ് അതേ പണി ചെയ്തിട്ട് പോലും, പള്ളി പണിയാൻ പണിതതാരാ? അല്ലാഹുവാൻ. അതിന്റെ പണി ആരംഭിക്കാൻ പറഞ്ഞ അല്ലാഹുവാണ്. അല്ലാഹു പറഞ്ഞ പണി അതേപോലെ സ്വീകരിച്ചിട്ട് പോലും, ചെയ്തിട്ട് പോലും അല്ലാഹു തആല സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ഭയമാണ് അവരുടെ മനസ്സുകളിലൂടെ കടന്നു വന്നപ്പോ അവർ അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ. നമ്മൾ പറയാൻ സാധിച്ചിട്ടുണ്ടോ? നിസ്കാരം കഴിഞ്ഞ് റബ്ബർ ബന്ദ് തറയിലേക്ക് എറിഞ്ഞ പോലെ എണീറ്റോടും നമ്മൾ, അല്ലാഹുവേ ഇത് സ്വീകരിക്കണേ അല്ലാഹ്. ഇനിയുമുണ്ട് നമ്മളുടെ മുമ്പിൽ കുറച്ച് നോമ്പുകൾ. ഇഫ്താറിന്റെ സമയങ്ങളിൽ ഒരു ഇബാദത്തിന്റെ അവസാനം അതിന്റെ ഇജാബത്തിന് സാധ്യതയുള്ള സമയമാണ്. 2 കാരണങ്ങളെ കൊണ്ട് നോമ്പ് തുറക്കുന്ന സമയം പ്രതിഫലാർഹമാണ്. ഒന്നൊരു പുണ്യകർമ്മത്തിന്റെ അവസാനമാണ്, മറ്റൊന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹീന യുഫ്തിർ, അവൻ നോമ്പ് തുറക്കുന്ന സമയം. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇൻദ ഫിത്രിഹി, അവന്റെ നോമ്പ് മുറിക്കുന്ന സമയമില്ലയോ? മഹാനായ ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാ അവിടെന്ന് പറഞ്ഞു, നോമ്പ് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഇജാബത്തിന്റെ സമയമാണ്. അള്ളാഹിനോട് പറയാൻ, സ്വീകരിക്കണേ അല്ലാഹ്. നാളെ അല്ലാഹു തആല സ്വീകരിക്കപ്പെടാതെ വജ്ഹ സാഹിബിഹാ, അത് ചെയ്തവന്റെ മുഖത്തേക്ക് തന്നെ നിങ്ങൾ വലിച്ചെറിഞ്ഞോ എന്ന് പറയപ്പെടേണ്ടുന്ന സാഹചര്യങ്ങളെ കടന്നു വന്നാൽ, അതുകൊണ്ട് റബ്ബിനോടൊന്ന് പറയാ, സ്വീകരിക്കണേ അല്ലാഹ്. ആ ഒരു ഭയം നമ്മളുടെ ഉള്ളുകളിലൂടെ കടന്നു വരാൻ, വിരിപ്പ് കച്ചവടക്കാരനായ സ്വഹാബി പോലും തന്റെ വിരിപ്പ് കച്ചവടക്കമ്പോളത്തിലിടുമ്പോ ആ കച്ചവടക്കമ്പോളത്തിൽ നിന്ന് നീ പറഞ്ഞ വില തരാൻ കഴിയില്ല, ഇന്നെ ന്യൂനതകൾ അതിനുണ്ടെന്ന് പറയുമ്പോ സങ്കടപ്പെട്ടു പോയത് ആ വിരിപ്പിന്റെ പണമോർത്തുകൊണ്ടല്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ ഇതുപോലെ എന്റെ അമലുകളെ നിവർത്തിയിടുന്ന സന്ദർഭങ്ങളില് അതിനൊരു ന്യൂനതയുണ്ടെന്ന്, പോരായ്മയുണ്ടെന്ന് എന്റെ റബ്ബെന്നോട് പറഞ്ഞാൽ എവിടെ പോയി കൊണ്ടുവരാനാ, എവിടെ പോയി വീണ്ടും അമലുകളെ ചെയ്യാനാണെന്ന വേദനയാണ്. നമ്മളുടെ മനസ്സിൽ അങ്ങനെ വരുന്നുണ്ടോ?
നമ്മളുടെ നമസ്കാരത്തിന് അപാകതയുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഖിയാമുൽ ലൈലിൽ അപാകതയുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മളുടെ നോമ്പിൽ അപാകതയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി കൊണ്ടുവരാനാണ്? നമ്മുടെ മനസ്സിലുള്ള സമയങ്ങളിലേക്ക് മുന്നോട്ട് കടക്കുമ്പോഴും ആ ചിന്ത വേണേ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബിയുടെ ഓരത്ത് ടെൻ്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലം. ഭൗതികമായിട്ടൊന്നും അദ്ദേഹം നേടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസുകളെ പഠിച്ചു, ഹിഫ്ള് ചെയ്തു. രാത്രിയെ 3 പകുത്തു വെച്ചു. ഒരു ഭാഗം പ്രവാചകനിൽ നിന്ന് പഠിച്ചത് ഇങ്ങനെ ഹിഫ്ള് ചെയ്യും, ഒരു ഭാഗം മാത്രം അദ്ദേഹം വിശ്രമിക്കും, ഒരു ഭാഗം അദ്ദേഹം നമസ്കരിക്കും. അങ്ങനെ ജീവിതാവസാനം വരെ മുന്നോട്ട് പോയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ അവസാന നേരത്ത് സങ്കടപ്പെടാൻ, എന്തിനാ കരയുന്നത് അബൂ ഹുറൈറ? കണ്ണീരൊഴുകുന്നത് എന്തിനാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അസ്സഫറു തവീൽ വസ്സാദു ഖലീൽ. എൻ്റെ യാത്ര ഒരുപാട് ദൂരമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. എൻ്റെ ഖബറും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗ്ഗനരകങ്ങളുടെ ദൂരമെന്ന് പറയുന്നത് ഒരുപാടാണ്. പക്ഷേ അബൂ ഹുറൈറ ചെയ്തു വെച്ചത് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ മഹാരഥനായ സഹാബി ഇതുവരെ ഈ റമദാനിന്റെ ഓരോ ഞായറാഴ്ചകളിലും നടന്ന വിജ്ഞാനവേദികളിൽ ഏതെല്ലാം ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? നിസ്സംശയം പറയാം, അതിന്റെ പ്രതിഫലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ ഇത്രയായില്ലയോ, എന്നിട്ട് പോലും ആ ഒരു ഭയവും ചിന്തയും അമലുകളുടെ കാര്യത്തിലുള്ള ശ്രദ്ധയും അവരുടെ മനസ്സിന് അലട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണേ, എൻ്റെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ എത്ര അമലാണ്, അതിൽ നിന്ന് എത്രയാണ് അല്ലാഹു കബൂൽ ചെയ്തിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഈ സമയങ്ങളിലൂടെ. അതുകൊണ്ട് അല്ലാഹുവിനോട് പറയണം. ഇനി മാത്രമല്ല, ചെയ്തു വന്ന അമലുകളുടെ അവസ്ഥ എന്താ, പുണ്യകർമ്മങ്ങളുടെ അവസ്ഥ എന്താ, അതിലെത്രയാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്? നോമ്പ് അല്ലാഹു തആല 700 ഇരട്ടി പ്രതിഫലം ഈ റമദാനിലെ പുണ്യകർമ്മങ്ങൾക്ക് പറഞ്ഞപ്പോൾ മുത്ത് റസൂല് പറഞ്ഞു, ഇല്ല സിയാം, നോമ്പൊഴികെ. നോമ്പ് 700 നമ്മൾ നിൽക്കൂല, അതിന് മുകളിലാണെങ്കിൽ അസ്സൗമു ലീ വ അനാ അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്നല്ല പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ, അത്രയും പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുന്ന ഈ നോമ്പ്, അതിലൊരുപക്ഷെ എൻ്റെ നാവ് കൊണ്ട് ആ നോമ്പ് അല്ലാൻ്റെ അടുക്കൽ പ്രതിഫലമില്ലാതെ വരാം, എൻ്റെ സംസാരത്തിലെ അപാകത കൊണ്ട് നോമ്പ് കിട്ടാതെ വരാം, എൻ്റെ ഏതെങ്കിലും ഒരു നീചമായ പ്രവൃത്തി കൊണ്ട് നോമ്പ് കിട്ടാതെ വരാം. അങ്ങനെ ഏതൊക്കെ വരുന്നറിയോ? നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കണം, എൻ്റെ അമലുകളുടെ അവസ്ഥ എന്താണ്, വേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? അതല്ല, നമ്മളുടെ മനസ്സിപ്പോൾ പറയുന്നുണ്ടോ, ഈ റമദാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ, ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ ഞാനൊന്ന് ശ്രദ്ധിക്കാമെന്നുള്ളത്. പ്രിയമുള്ളവരെ, അടുത്ത റമദാൻ നമ്മളിലേക്ക് വരും, പക്ഷെ നമ്മൾ ഉണ്ടാവുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. ഇനി നമ്മളോ ജീവനോടുകൂടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആരാധന ചെയ്യാനുള്ള ആഫിയത്ത് ഉണ്ടാവുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് കഴിയില്ല. ഇനി എല്ലാം ഓക്കെ ആണെങ്കിലും ഒരു കൊറോണ വൈറസിൽ ഒരു മിമ്പറിൽ ഒരു ഖുത്ബ പോലും നടക്കാതെ, ഒരു റക്അത്ത് പോലും പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കാൻ കഴിയാതെ കൊറോണ വൈറസിൻ്റെ കാലം വീടിനുള്ളിൽ അടക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടുകൂടെ ഇനിയുള്ള സമയങ്ങളെ ശ്രദ്ധയിൽ കാണാൻ, അതുപോലെ ചിന്തിക്കണേ, എൻ്റെ തിന്മകളുടെ അവസ്ഥ എന്താണ്, എൻ്റെ പാപങ്ങളുടെ അവസ്ഥ എന്താണ്, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവേ ഈ റമദാനിലൂടെ പൊറുക്കപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിലൂടെ കാൽപാദമോന്നുമ്പോ ഫഖാല ആമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറയുകയാണ്. ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം പ്രവാചകൻ ആമീൻ എന്ന് പറഞ്ഞു. ഫലമ്മാ ഫരിഖാ, ആ റസൂലുള്ളാഹിന്റെ ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നതായ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ
ആരും അങ്ങേ മിമ്പറിലേക്ക് കൊണ്ടുപോകുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല. ആരും അവിടെ ദുആ ചെയ്യുന്നതും ഞങ്ങൾ കേട്ടിട്ടില്ല നബിയേ. അങ്ങ് ഒറ്റക്കാണ് മിമ്പറിലേക്ക് കയറിയത്, ഒറ്റക്കവിടുന്ന് ആമീൻ എന്ന് പറഞ്ഞല്ലോ റസൂലേ. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആതാനീഹി ജിബ്രീൽ, എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ കടന്നു വന്നതാണ്. ജിബ്രീലിന്റെ 3 ദുആഇന് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു പോയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്തത് ജിബ്രീലാണ്, ആമീൻ പറഞ്ഞത് ലോകത്തിന്റെ പ്രവാചകനാണ്. സ്ഥലം മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറാണ്. 100% ഇജാബത്തുള്ള പ്രാർത്ഥനയാണ്. ഏതാണ് ആ പ്രാർത്ഥനയെന്നറിയോ? റഹിമാൻ ഫുർജുൽ, ഒരു മനുഷ്യന് മുഖം കുത്തി വീഴട്ടെ, അവൻ നാശമടയട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനക്കാണ് ആമീൻ പറഞ്ഞത്. അവൻ നാശമടയട്ടെ. അതിന്റെ ഷറഹിൽ കാണല്ല, എൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ. എന്താ കാരുണ്യത്തിൽ നിന്ന് അകല പറയാം? നമ്മളൊക്കെ പറയലില്ലേ അള്ളാഹു ശപിച്ചു. എന്താ ശാപെന്ന് പറഞ്ഞ വയ്യുറുദുഹും ആനി റഹ്മ, അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരാണ്. ആരാണ് മുന്നദറക റമളാൻ, റമളാനിലൂടെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയവനാണ്. ഫലം യുഗ്ഫർ ല, എന്നിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ആളുകളുണ്ടോ? റമളാനിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തന്നിട്ട് പോലും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മനുഷ്യരുണ്ടോ? അവർ നാശമടയട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ എന്ന് പറഞ്ഞു പോയി. നമ്മളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും. നമ്മൾ അങ്ങനെ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. എത്ര അവസരം തന്നു റമദാനിൽ? ഓരോന്നിങ്ങനെ ആലോചിച്ചാൽ മതി. എൻ്റെ നോമ്പ് കൃത്യമാണോ? അള്ളാഹ് തരാന്ന് പറഞ്ഞില്ലേ? മൻ സ്വാമ റമദാന ഈമാനം വഹ്തിസാബ ഉഗ്ഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എൻ്റെ തറാവീഹ് നിസ്കാരങ്ങൾ അള്ളാഹിൻ്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആദ്യത്തിലുണ്ടായിരുന്ന ആവേശം മധ്യത്തിൽ കൊഴിഞ്ഞു പോകാതെ, അള്ളാഹിൻ്റെ പള്ളിയിൽ ആദ്യം എത്തണമെന്ന ആഗ്രഹം നമ്മളിൽ നിന്ന് ചോർന്നു പോകാതെ, അങ്ങനെയാണോ നമ്മൾ തറാവീഹ് നിസ്കരിച്ചത്? ഇല്ലെങ്കിൽ പശ്ചാത്തപിക്കണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 7 ദിവസങ്ങളെ, അല്ലെങ്കിൽ എത്രയോ നമുക്ക് കിട്ടുന്നതെങ്കിൽ അത്ര മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മളിതിൽ ഒരിക്കലും ഒരു വീഴ്ച വരുത്തരുത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവേ ഈ റമദാനിലെ തറാവീഹ് സ്വീകരിച്ചാൽ എൻ്റെ പാപങ്ങളെ പൊറിച്ചു തരാമെന്ന് പറഞ്ഞു. ഇനിതാ മുന്നിൽ കിടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഉഗ്ഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അല്ലാഹു തആല ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ആരെ നിന്ന് നമസ്കരിക്കുന്നുവോ അവനും കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങൾ അല്ലാഹു പൊറുച്ചു കൊടുത്തു എന്നാണ്. മലയാളത്തിൽ അർത്ഥം പറയുമ്പോഴാ പൊറുത്തു കൊടുക്കുന്നു പറയാ. ഉഗ്ഫിറ പാസ്റ്റ് ടെൻസ് ആണ്, പൊറുക്കപ്പെട്ടു. വരാനിരിക്കുന്ന കാര്യത്തിന് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് 100% ഉറപ്പുള്ളിടത്താണ്. നമ്മൾ അല്ലാഹുവിനോട് പറയാം, ആ രാത്രി വിടണ്ട കേട്ടോ, ചോദിക്കാൻ വിടണ്ട. കാരണം എന്താണെന്നറിയോ? 1000 മാസങ്ങളെക്കാളും പുണ്യമുണ്ടെന്ന് പറഞ്ഞാലും 83 വർഷക്കാലത്തിലധികം ആരാധന എടുത്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞാലും പിന്നെയും നമ്മൾ പുറകോട്ടടിക്കും. എന്നാൽ പുറകോട്ടടിക്കാത്തൊരു കാര്യമുണ്ട്. മഹാനായ ഇമാം നാസിറുദ്ദീൻ സഅദി വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ദുഖാനിലെ ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ബലവത്തായ ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു തആല വേർതിരിക്കുന്ന, വ്യവച്ഛേദിക്കുന്ന ഒരു ദിവസമാണെന്ന് പറഞ്ഞില്ലേ? ആ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, അല്ലാഹു തആല ലൈലത്തുൽ ഖദർ എന്ന പേര് പോലും നൽകപ്പെടാനുള്ള കാരണം ബിഖദരിഹ വഫളിഹ. നോക്കി, അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വമൊക്കെ കാരണത്താലാണ്. കാരണം അല്ലാഹു തആല മലക്കുകൾക്ക് നടപടിക്രമങ്ങൾക്കുള്ള തീരുമാനം കൈമാറുന്ന രാവാൻ എന്ന് പറഞ്ഞാൽ, നോക്കി, മിനൽ ആജാലി, അവരുടെ മരണങ്ങൾ, അവരുടെ അവധികളെ, അതുപോലെ തന്നെ വല്ല റസാഖ്, അവരുടെ റിസ്കുകൾ, ഉപജീവനങ്ങൾ, എല്ലാ തീരുമാനം. പെരിന്തൽമണ്ണയിൽ ഇന്ന മനുഷ്യൻ എന്ന് മരിക്കണമെന്നുള്ള എൻ്റെ ലൗഹിൽ തീരുമാനമുണ്ട്. അവൻ്റെ ഉപജീവനം എങ്ങനെ വേണമെന്നുള്ള എൻ്റെ ലൗഹിൽ തീരുമാനമുണ്ട്. ഏത് മണ്ണിൽ മരിക്കണമെന്നുള്ള എൻ്റെ ലൗഹിൽ തീരുമാനമുണ്ട്. എന്നാൽ ലൈലത്തുൽ ഖദറിന്റെ രാവ് സമാഗതമാകുമ്പോ 1 വർഷത്തിലേക്കുള്ള തീരുമാനങ്ങളെ നടപ്പിൽ വരുത്താൻ അല്ലാഹു മലായിക്കത്തിന് ഉത്തരവ് കൈമാറുന്ന രാവാ.
ഈ നാടിലെ ഇന്ന മനുഷ്യന്റെ റൂഹിന് ശവ്വാലിന്റെ 5-ന്റെ അന്ന് വൈകുന്നേരം ഇത്ര മണിക്ക് റൂഹ് പിടിക്കണമെന്ന തീരുമാനം അല്ലാഹുവിന്റെ ലൗഹിലുണ്ടെങ്കിൽ ആ തീരുമാനം അല്ലാഹു കൈമാറുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. ഇന്ന മണ്ണിൽ ഇന്ന സമയത്ത് ഇന്ന രൂപത്തിലൂടെ ആക്സിഡന്റ് വേണമെന്ന തീരുമാനം അല്ലാഹുവിന്റെ ലൗഹിലുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ ഉത്തരവ് കൈമാറുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. കച്ചവടത്തിലെ ബറക്കത്ത് വേണോ, അല്ലാഹു തീരുമാനങ്ങളെ കൈമാറുന്ന രാവാ. ഉറങ്ങാൻ കഴിയുമോ പ്രിയമുള്ളവര്? ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, അപകടങ്ങൾ തരല്ല അല്ലാ എന്ന് റബ്ബിനോട് മനസ്സിരുത്തി പറയാൻ, തീരുമാന കൈമാറ്റത്തിന്റെ മുമ്പൊന്ന് പറയാൻ. അല്ലാഹു രാത്രികാലങ്ങളിൽ അവന്റെ കരങ്ങളെ നീട്ടുന്നത് പകൽ ചെയ്ത ദോഷികളുടെ തൗബ സ്വീകരിക്കാനാണ്. അല്ല പകലുകളിൽ അവന്റെ കരങ്ങളെ നീട്ടുന്നത് രാത്രി ചെയ്ത ദോഷികളുടെ തൗബ സ്വീകരിക്കാനാ. അതുകൊണ്ട് റബ്ബിനോടൊന്ന് ഏറ്റു പറയാ. പ്രിയമുള്ളവരെ, റമദാനിന്റെ ദിനരാത്രങ്ങൾ അവസാനിക്കുമ്പോ ശവ്വാലിന്റെ മാസപ്പിറവി കാണുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മളുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് എഴുതിയെടുത്ത് പറഞ്ഞാലും വേണ്ടില്ല, റബ്ബിനോട് പൊരുത്തപ്പെടിക്കാതെ ഒരു അമല് പോലും ഒരു പാപങ്ങൾ പോലും നമ്മുടെ ഇടയിൽ ബാക്കി ഉണ്ടാകാൻ പാടില്ല. അല്ലാഹ് ആരാന്നറിയോ നിങ്ങൾക്ക്? ആ പടച്ചോൻ ആരാണെന്നറിയോ നിങ്ങൾക്ക്? അല്ലാഹു തആല നമ്മളോട് കാരുണ്യം കാണിക്കുന്നത്, നമ്മൾ അല്ലാഹുവിനോട് ഒരു തെറ്റ് ചെയ്ത് എന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടുമ്പോൾ നോക്കി അല്ലാഹു അതിനെ പൊറുത്തു തരുന്നത് കമൻലാദംബല, അവനാ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രൂപത്തിൽ അല്ലാഹു തആല പൊറുത്തു തരാൻ. നമ്മളത് ചെയ്തിട്ടില്ല എന്നുള്ള രൂപത്തിൽ അല്ല പൊറുത്തു തരാൻ. എന്നിട്ട് ആ തെറ്റ് ചെയ്തതിനെ ചെയ്യാത്ത രൂപത്തിൽ അല്ല മാപ്പ് തന്നു. ഇനി പൊറുത്തു തരണേ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചതിനോ അമല സ്വാലിഹാത്തിൽ പെടുത്തി കൂലി തരുന്നവനും അല്ലാഹ്. ഇത്ര വലിയ കാരുണ്യവാനല്ലേ റബ്ബ്, ഇത്ര വലിയ പ്രതിഫലം നൽകുന്ന കാരുണ്യവാനല്ലേ റബ്ബ്. ഇനി ആ റബ്ബിനോട് പറയാൻ നമ്മളിൽ ഒരു മടിയും വേണ്ട. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയോ സീറത്ത് ബിൻ ഹിഷാം എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരു മനുഷ്യന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇങ്ങനെ കടന്നു വരാൻ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഇങ്ങനെ വന്നു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ എനിക്ക് കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടോ? ഇസ്ലാമിന് മുമ്പുള്ള ജാഹലിയത്തിലെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടോ? മുത്തനബി പറഞ്ഞു, തീർച്ചയായും പുറത്തു കിട്ടും. ആ മനുഷ്യൻ ഇസ്ലാമിനെ പുലുകിയിട്ട് ചോദിക്കുന്നുണ്ട്, ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, അന്ത വക്ഷി, നീ വക്ഷിയായിരുന്നോ? അറിയില്ലായിരുന്നു നബി, അങ്ങേക്ക് പ്രിയപ്പെട്ടവനാണെന്നറിയില്ല. അള്ളാന്റെ ഹബീബ് ആവർത്തിക്കുന്നുണ്ട്, കൈഫ ഖതൽത ഹംസ, നീ എങ്ങനെയാണ് എൻ്റെ ഹംസയെ കൊന്നത്? എങ്ങനെയാ? അന്ന് അടിമത്തപ്പാളയത്തിന്റെ മോചനങ്ങളെ ഹിന്ദു ഓഫർ ചെയ്യുമ്പോ നേരിടാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല നബിയേ. പാറക്ക് പിന്നിലോടെ ഒളിച്ചിരിക്കുകയാണ്. ശത്രുവിനോട് പടവെട്ടി ഹംസ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരുമ്പോ എന്റെ പാറയുടെ ചാരത്തിലേക്ക് കടന്നു വന്നപ്പോ കയ്യിൽ കരുതിയ ചാട്ടുളി ഞാൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നേരെ അറിയുമ്പോ അത് അടിവയറിലേക്ക് വന്ന് വീഴുന്ന രംഗം ഇങ്ങനെ പറയുമ്പോ മുഖം തിരിച്ചിട്ട് മുത്ത് റസൂൽ പറയുന്ന വാക്കുണ്ട്, ഹൽ തസ്തതിയ അൻ തഗീബ അന്നി, പറ്റുമെങ്കിൽ എന്റെ മുമ്പിലൊന്ന് വരാതിരിക്കുമോ വക്ഷി? നിന്നോട് എനിക്ക് വെറുപ്പില്ല, പക്ഷേ നിന്റെ മുഖം കാണുമ്പോ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരികയാണ്. അന്ന് നാട് വിട്ടതാണ് വക്ഷിയെങ്കിൽ പിന്നീട് തിരിച്ചു വരുന്നത് എപ്പോഴാണെന്നറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് യമാമ യുദ്ധത്തിലെ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതും വക്ഷിയാ. മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതും വക്ഷിയാണെങ്കിൽ ഇതെന്തിനാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്നറിയുമോ? ആ വക്ഷിയുടെ പേര് കേൾക്കുമ്പോ നമ്മൾ പറയണേ, റളിയല്ലാഹു അൻഹു, വക്ഷി സ്വഹാബിയാ, വക്ഷി സ്വഹാബിയാ. അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയണ്ട.
അവരെ നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല. റളിയല്ലാഹു അൻഹും വറദു അൻഹു. അവരല്ലാഹനെ തൃപ്തിപ്പെട്ടവരാണ്, അവരെ അല്ലാഹുവും തൃപ്തിപ്പെട്ടവരാണെങ്കിൽ ആ വക്ഷിക്ക് പുറത്തു കൊടുത്ത അല്ലാഹനോടാ പെരിന്തൽമണ്ണയിൽ നമുക്കും പറയാനുള്ളത്. അറബിനോടാ പറയാനുള്ളേ. വഹ്ഷീനെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാരാ? അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് അല്ലേ? അത്ര പകയുണ്ടായിരുന്നു അവർക്ക്. ആ ഹിന്ദിന്റെ പേര് കേൾക്കുമ്പോ പറയണേ റളിയല്ലാഹു അൻഹാ. ഹിന്ദ് സ്വഹാബ വനിതയാണ്. സ്വഹാബത്തിന്റെ 12 കാറ്റഗറി പരിശോധിക്കുമ്പോ അതിന്റെ 10ാമത്തെ ദർജകളിലൂടെ കാണാ മക്കം ഫതഹിന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. അവരുടെ കൂട്ടത്തിൽ ഇവരില്ലേ? അവർക്ക് പുറത്തു കൊടുത്ത അല്ലാഹനോടാ നമുക്ക് പറയാനുള്ളത്. ഉഹദ് യുദ്ധത്തിലെ സകലമാന വേദനകളുണ്ടായ ഒരു സന്ദർഭമുണ്ട്. കാരണം എന്താ? ആദ്യം വിജയിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് മാറി അന്നത്തെ ശത്രുക്കളുടെ സൈന്യാധിപൻ വലിയ ഒരു യുദ്ധതന്ത്രം മെനയാൻ, ആ മലയുടെ പിന്നിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യാമെന്ന യുദ്ധതന്ത്രമാണ്. നിങ്ങൾക്കറിയോ, 70ഓളം വരുന്ന സ്വഹാബത്ത് ഷഹീദായില്ലേ? ഒരുപാട് പേര് അംഗവിച്ഛേദനം ചെയ്യപ്പെടുകയാണ്. പുണ്യഭൂമേനി പോലും രക്തത്തിലൂടെ കുളിച്ചു നിൽക്കുകയാണ്. നോക്കണേ നിങ്ങൾ, 2 കൈയും മറ്റുപോയി നെഞ്ചിന്റെ മേലെ തുളയിട്ട് കിടക്കുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവാണ്. അവിടുന്ന് കഫംപട പോലും തികയുന്നില്ല. പണ്ട് ഞാൻ ഈ മക്കയിലെ യൂസഫിനെ കാണുമ്പോൾ ഇതുപോലൊരു സുന്ദരൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങ് പാറിപ്പറിഞ്ഞ മുടിയുമായി പുല്ല് വെട്ടിക്കൊണ്ട് വാ സഹാബാ, മിസ്സബിന്റെ കാലൊന്ന് ഞാൻ കഫൻ ചെയ്യട്ടെ എന്ന് പറയുമ്പോ തൊട്ടപ്പുറത്ത് കിടക്കുന്നതാരാ? സയ്യിദി ശുഹദാ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവാണ്. പ്രിയമുള്ളവരെ, ശരീരം പോലും പല രീതിയിലൂടെ വികൃതമാക്കപ്പെടുന്നില്ലയോ? ഓരോരുത്തർക്കായി ഖബർ കുഴിക്കാൻ കഴിയണില്ല. വിശാലമായ ഖബർ കുഴിക്കുമ്പോ അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, കൂടുതൽ ഖുർആനുള്ളവര് ഖിബ്ലയുടെ ഭാഗത്തേക്ക് ആദ്യം കിടത്തണേ സഹാബാ. കൂടുതൽ ഖുർആനുള്ളവര് ഖിബ്ലയുടെ ഭാഗത്തേക്ക് ആദ്യം കിടത്തണേ സഹാബാ. പ്രിയമുള്ളവരെ, അത്രയും വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് കാരണം വിതച്ചത് ആരാണെന്നറിയുമോ? അന്നത്തെ ശത്രുക്കളുടെ സൈന്യാധിപനില്ലയോ, ഖാലിദ് ബിൻ വലീദ്. പിന്നീട് മുസ്ലിങ്ങളുടെ സർവ്വ സൈന്യാധിപനാണ്. പട നയിച്ച ഒരു യുദ്ധത്തിൽ പോലും പരാജയം കണ്ടിട്ടില്ലെങ്കിൽ ആ ഖാലിദ് ബിൻ വലീദിന്റെ പേര് കേൾക്കുമ്പോ പറയണേ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് പുറത്തു കൊടുത്ത അല്ലാഹനോടാണ്. ആ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന് പുറത്തു കൊടുത്ത അല്ലാഹുവിനോടാണ് നമുക്കും പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, എൻ്റെ പാപങ്ങളെ പൊറുക്കപ്പെടാൻ ഞാൻ അല്ലാഹനോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അല്ലാഹനോട് ചോദിച്ചിട്ടുണ്ടോ? ഈ അവസാന 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോൾ എന്ത് ചൊല്ലണം നബി എന്ന് ചോദിച്ചപ്പോൾ ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പിരക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തരണേ എന്ന് അല്ലാഹനോട് ചോദിക്കാൻ, ആവർത്തിച്ച് ചോദിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? ഇനി പ്രിയമുള്ളവരെ, റമദാൻ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഈ അമലുകൾ നമുക്കിവിടെ അവസാനമാകരുത്. നാളെ പെരുന്നാളിന്റെ മുസല്ലായിൽ കടന്നു വരുമ്പോ തന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോ ഈദ് മുബാറക് എന്നില്ല തഖബ്ബലല്ലാഹ് മിന്നാ വ മിൻകും, എന്നിൽ നിന്നും താങ്കളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ. മറ്റുള്ളവരോട് മെസ്സേജ് കൊടുക്കുമ്പോൾ സഹോദരങ്ങളോട്, മക്കളോട്, സുഹൃത്തുക്കളോട് ഈ റമദാനിന്റെ അമലുകളെ അല്ലാഹു കബൂൽ ചെയ്യാൻ. പ്രിയമുള്ളവരെ, റമദാനോടുകൂടെ ചൈതന്യങ്ങളെ തകർക്കാനില്ല, അവിടെ അവസാനിക്കാനില്ല, അതിനെ തുടർത്തിക്കൊണ്ടുപോകാൻ. അവിടെയാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത്, വലാ തകൂനൂ കല്ലതീ നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. ദൃഢമായി നൂൽനൂറ്റതിന്റെ ശേഷം അതിന്റെ ഇഴകളെ വേർതിരിച്ചു കളഞ്ഞ വിഡ്ഢിയായ ഒരു സ്ത്രീയെ പോലെ നിങ്ങളാകല്ലേ. ഒരു നൂല് വസ്ത്രമാക്കണമെങ്കിൽ കുറെ കഷ്ടപ്പെട്ട് നെയ്തുണ്ടാക്കണം. അങ്ങനെ നെയ്ത് അതിനെ വസ്ത്രമാക്കി വെച്ചിട്ട്
അവസാനം അതിൻ്റെ ഇടയിൽ നിന്ന് ഇടകളെ തിരിച്ചു പറിച്ചാലോ അത് വീണ്ടും പഴയ പോലെ മടങ്ങി. നമ്മൾ ഈ റമദാൻ ഇങ്ങനെ കടന്നു വരുന്നു എന്ന് കണ്ടപ്പോ സൽക്കർമ്മങ്ങളിലേക്ക് നമ്മൾ ഓടി വന്നു. അള്ളാന്റെ പള്ളിയിൽ മാക്സിമം ജമാഅത്തിലേക്ക് നമ്മൾ എത്തി. അതുപോലെ തന്നെ നോമ്പ് കൃത്യമാക്കി, തറാവീഹുകളെ നമസ്കരിക്കാൻ ശ്രദ്ധിച്ചു, സ്വതക്ക ചെയ്യാനും ഇഫ്താർ നടത്താനും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാനും എല്ലാം നമ്മൾ ചെയ്തു. ഇത് കഴിഞ്ഞിട്ടോ ചില ആളുകളൊക്കെ പറയില്ലേ, ഒരു മാസം വീട്ടിൽ കേബിൾ കണക്ഷൻ വേണ്ട. എന്തേ നമ്മളൊരു സൂക്ഷ്മത കാണിച്ചിരുന്നു. വീണ്ടും നമ്മൾ എന്ത് പറയും, ഒരു മാസം വേണ്ട എന്ന് പറയുക വഴി വീണ്ടും ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ മടങ്ങാൻ, വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള തീരുമാനം ഉണ്ടെങ്കിൽ നെയ്തെടുത്ത വസ്ത്രത്തിൽ നിന്ന് നൂലിഴകളെ തിരിച്ചു പറിച്ച വിഡ്ഢിയായ ഒരു സ്ത്രീയെപ്പോലെ നിങ്ങൾ ആവരുത്. നമ്മളുടെ അമലുകളെ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. മാത്രമല്ല നമ്മൾ ഏതുപോലെ ആകണം. ആളുകളൊക്കെ തറാവീഹിന് പോയപ്പോൾ ഞാൻ പോയ ആളാവരുത്. ആളുകളൊക്കെ നോമ്പെടുത്തപ്പോൾ കൂട്ടത്തിൽ നോമ്പെടുത്തവനാവരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അൻസല മിനസ് സമാഇ മാആ, ഉപരിഭാഗത്ത് നിന്ന് വെള്ളം വരുന്നുണ്ട്. ഫസാലത്ത് ഔദിയതും ബിഖദരിഹാ, അതിന്റെ തോതനുസരിച്ച് അളവനുസരിച്ച് കൊണ്ട് താഴ്വരയിൽ ഇങ്ങനെ വെള്ളമൊഴുകയാണ്. ഫഹ്തമല സൈലു സബദർ റാബിയാ, ആ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ അതിലൂടെ നുരകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. നുരകളും പതകളും ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയുമോ, മലവെള്ളപ്പാച്ചലിന്റെ കുത്തൊഴുക്കലോടെ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നുരകളും ചണ്ടികളും വിത്തുകളുമെല്ലാം ആ വെള്ളത്തിന്റെ കൂടെ ഒഴുകി വന്നാൽ ആ വെള്ളമങ്ങ് അടങ്ങുന്ന സന്ദർഭമില്ലയോ? നുരകൾ അടങ്ങുന്നുണ്ട്, ചണ്ടികൾ അവസാനിക്കുന്നുണ്ട്. എന്നാൽ അമ്മാമായം അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്നത് ഭൂമിയിലൂടെ തങ്ങി നിൽക്കുകയാണ്. ഈ റമദാനിലൂടെ കടന്നു വന്ന വിത്തുകളായി മാറാൻ, അതിന്റെ നുരകളാവാതെ ചണ്ടികളാവാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിത്തുകൾ അവിടെ വെച്ച് മുടച്ചുകൊണ്ട് അതിന്റെ ഫലഭൂവിഷ്ഠത പ്രകടമാക്കുന്നത് പോലെ ഈ റമദാനിലെ വിത്തുകളായി മാറാൻ, ഒഴുക്കിലോട് ആരാധന ചെയ്ത ആളുകളായി മാറാതിരിക്കാൻ, ഇതിന്റെ ചൈതന്യത്തെ ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനു വേണ്ട ഒരു 5 ടിപ്സ് മാത്രം ഇൻഷാ അല്ലാഹ് ഈ പരിമിതമായ സമയത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഈ തഖ്വ നശിച്ചു പോവാതിരിക്കാൻ, തഖ്വ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഉലമാക്കൾ പറയാൻ ഒരു 5 മെഡിസിൻസാണ് നിങ്ങൾക്കതിലുള്ളത്, 5 മരുന്നുകളാണ്. അത് നിങ്ങളിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നിങ്ങളിൽ ഒരിക്കലും ഇതിൻ്റെ ചൈതന്യങ്ങളെ തകർന്നു പോവില്ല. ഒന്നെന്തെന്നറിയോ? തിലാവത്തുൽ ഖുർആൻ ബിതദബ്ബുരിൽ മഅനാ. തിലാവത്തുൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ പാരായണങ്ങൾ ഉണ്ടാവണേ. ബിതദബ്ബുരിൽ മഅനാ, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുവന്ന പാരായണങ്ങൾ ഉണ്ടാവുക. 3 രീതിയിലൂടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളാവാൻ നമുക്ക്. ഒന്ന്, ഖുർആൻ സ്വമേധയാ ഒന്നുമറിയാതെ വായിക്കാൻ മാത്രം അറിയുന്ന രീതിയിൽ ഓതുന്ന ആളുകളുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. ഒരു ഹർഫിന് 10 നന്മയാണ്. അത് 10 നന്മ റമദാനിന് മുമ്പാണെങ്കിൽ, റമദാനിൽ വീണ്ടും അതിന്റെ 700 കൊണ്ട് ഗുണിക്കലാണെങ്കിൽ, പ്രിയമുള്ളവര്, 3,23,000-ത്തിലധികം വരുന്ന ഹർഫുകളാണ് ഒരു തവണ ഖത്മ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുന്നതെങ്കിൽ എത്ര പുണ്യമാണ്. തീർക്കാത്ത ആളുകൾ ഇനിയുള്ള ദിവസം ശ്രദ്ധ കാണിക്കുക. അപ്പം അങ്ങനെയുള്ള പാരായണം റമദാൻ കഴിഞ്ഞാലും ആ റമദാനെ തുടർത്തിക്കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ മറ്റൊരു പാരായണ ശൈലി, ആ ഖുർആൻ ഓതുന്നു ബി തദബ്ബുരിൽ മഅന, ആശയങ്ങൾ ഉൾക്കൊണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാവും, വലിയ വിഷമങ്ങൾക്ക് സമാധാനം നൽകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന അല്ലാഹുവിൻ്റെ ഖുർആനാണ്. ആശയങ്ങൾ കിട്ടുമ്പോൾ ഒരു മാറ്റത്തിൻ്റെ ചിന്തയുണ്ടാകും. ഞാൻ ആ ഭാഗത്തേക്കും വിശാലമായിട്ടൊന്നും പറയണില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ചൊക്കെ എല്ലാം കൂടെ പഠിക്കാൻ ഒരൊറ്റ സഹാബിയുടെ സന്ദർഭം മതി. ദാറുൻ നദവയുടെ ഏകത്വങ്ങളിൽ നിന്ന് മുഹമ്മദിൻ്റെ തലയെടുക്കുന്നവന് 200 ഒട്ടകങ്ങളെ സമ്മാനമായി നൽകാമെന്ന് പറഞ്ഞപ്പോൾ അന്നിറങ്ങി തിരിച്ചൊരു സഹാബിയുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കേ, അദ്ദേഹം ഖുർആൻ കൊണ്ട് മാറിയില്ലേ? എങ്ങനെ മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിൻ്റെ പേരിൽ പിന്നെ വാളൂരുന്നത്, എൻ്റെ റസൂൽ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. എൻ്റെ മുത്തുനബി വഫാത്തായിട്ടില്ല, കണ്ടില്ലേ, ഉറങ്ങിക്കിടക്കുകയാ. മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ പോലെ പോയതാണെന്ന് സങ്കടപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഈ പരിവർത്തനം ഉണ്ടാക്കിയ ഖുർആൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? ഇനി റസൂലുള്ളാഹിൻ്റെ തലയെടുത്ത് 200 ഒട്ടകത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ 20 ഭൗതിക സാമ്രാജ്യങ്ങളും ഒരാത്മീയ സാമ്രാജ്യവും തൻ്റെ കാൽ കീഴിലൂടെ അടക്കി ഭരിക്കുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു 14 തുണ്ടം വെച്ച കമീസുമായിട്ടാണ് മിമ്പറിൽ കയറുന്നത്. അദ്ദേഹത്തിന് വേറെ ഇല്ലായിരുന്നു. ബൈത്തുൽ മുഖദ്ദസിൻ്റെ താക്കോല് വാങ്ങാൻ ഖലീഫ ഉമറിനോട് ഈ 14 തുണ്ടം വെച്ച കമീസ് മാറ്റി മനോഹരമായ കമീസ് ധരിക്കണമെന്ന് പറയാൻ ആർക്കും അവിടെ ധൈര്യമില്ല. കൂട്ടുകാരൻ അലി റളിയല്ലാഹു അൻഹു പിന്മാറി. ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും കൂടെ കടന്നു ചെല്ലുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിലത്ത് കിടക്കുന്നുണ്ട്. ഇവരെ കണ്ടപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റുന്നു. അവർ വിഷയം ഇങ്ങനെ ധരിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മ, ഒരു വിരിപ്പില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ റസൂലിൻ്റെ ശരീരം ഈത്തപ്പന മട്ടലിൻ്റെ അടയാളം വീണിട്ടുണ്ട് ഉമ്മ. ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ പ്രവാചകൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒട്ടിയ വയറുമായിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ റസൂലുള്ളാഹിൻ്റെ അനുയായിയായ ഉമർ കടം വാങ്ങി വസ്ത്രം ധരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ മാറ്റമുണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനാൻ. മക്കളെ കുഴിച്ചു മൂടിയിരുന്നവർ മാറിയില്ലേ? മദ്യം ഉപയോഗിച്ചിരുന്നവർ തെരുവിലേക്ക് ഒഴുക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായില്ലേ? ആ ഖുർആൻ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സമാധാനങ്ങൾ നൽകും, ആശ്വാസങ്ങൾ നൽകും. അതുകൊണ്ട് തുടർത്തിക്കൊണ്ടുപോകാൻ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഉണ്ടാവുക. ഒരു ഭാഗത്ത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക, മറ്റൊരു പാരായണം ഹിഫ്ളിന് പാരായണം ചെയ്യലാണ്. അങ്ങനെ നമുക്ക് ഇതുവരെ പഠിച്ചതൊക്കെ നമ്മളൊന്ന് പാരായണം ചെയ്ത് നോക്കി, ആശയങ്ങൾ വെച്ച് കുറച്ച് ഭാഗം പാരായണം ചെയ്ത് നോക്കി, അള്ളാഹിൻ്റെ ഖുർആനിൻ്റെ പാരായണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഈ റമദാൻ ചെയ്തതുപോലെ റമദാനിലുള്ളതും അല്ലാഹ് കബൂൽ ചെയ്യണം. കാരണം എന്താണ്? നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ ഈ ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയണം. അല്ലാഹ് മനാച്ചുഹുന്നവും, അവൻ്റെ ഉറക്കം ഞാൻ തടഞ്ഞിട്ടുണ്ട്. അവൻ ഉറക്കമൊഴിച്ച് തന്നെ പാരായണം ചെയ്യാനാ. അതുകൊണ്ട് ഈ മനുഷ്യന്റെ വിഷയത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിക്കണേ അല്ലാ എന്ന് ഖുർആൻ പറയുന്നു. പ്രിയമുള്ളവര്, റമദാനിൽ ഖുർആൻ നമ്മൾ കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവസാനിക്കുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഖുർആൻ ഉണ്ടാവണേ. രണ്ടാമതായി ഉലമാക്കളെ മെഡിസിൻ പറഞ്ഞത് വൽ ബസ്നുൽ ഖലാ, കാലി വയറുകൾ ഉണ്ടാവലാണ്. കാലി വയറുകൾ എന്ന് പറഞ്ഞാൽ ഫർളിന്റെ നോമ്പാണ് റമദാനോട് അവസാനിക്കുന്നതെങ്കിൽ അള്ളാന്റെ മുത്ത് റസൂൽ പറയാണ്, ആര് ശവ്വാലിൽ നിന്നുള്ള നോമ്പുകൾ ആര് അനുഷ്ഠിക്കുന്നുവോ, ശവ്വാലിൽ നിന്നുള്ള 6 നോമ്പുകൾ എടുക്കുന്നുവോ, അതിനോട് തുടർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞോ, 1 വർഷക്കാലം മുഴുവൻ നോമ്പെടുത്ത കൂലി അള്ളാഹു നൽകുന്നതാണ്. 1 വർഷക്കാലം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ്. അതിന് ഉലമാക്കൾ ഇങ്ങനെ 10 ഇരട്ടിയായി വർണ്ണിച്ചുകൊണ്ട് ഏറ്റവും മിനിമം 360 കണക്ക് പറയുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് നോമ്പനുഷ്ഠിക്കാം. സുന്നത്ത് നോമ്പുകൾ പതിവായി കൊണ്ടുപോകുന്നത് തിങ്കളും വ്യാഴവും നമ്മളുടെ മുമ്പിലൂടെ കടന്നു വരുമ്പോ, അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലെ 13, 14, 15 കടന്നു വരുമ്പോ, ശവ്വാലിന്റെ 6 ദിവസങ്ങൾ കടന്നു വരുമ്പോ, മുഹറം 9, 10 ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോ, പ്രിയമുള്ളവരെ, ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് ഈ ഒരു തഖ്വ നശിക്കാതെ പിന്തുടർന്നു പോകാനുള്ള വഴികളാണ്. മൂന്നാമത് പറഞ്ഞു, ഖിയാമുൽ ലൈൽ, രാത്രികളുടെ അന്തിരാത്രികളിലൂടെയുള്ള നമസ്കാരങ്ങളാണ്. കൈപിടിച്ച് നടത്താൻ പഠിപ്പിക്കുന്നത് പോലെ ജമാഅത്തായി തറാവീഹുകൾ നമ്മൾ ശീലിക്കുന്നുവെങ്കിൽ, അവസാന 10കളിൽ അതിൻ്റെ രാത്രി സമയങ്ങൾ നമ്മൾ എഴുന്നേറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ റമദാൻ വിട പറയുന്നതോടുകൂടെ അവസാനിക്കാനില്ല. പ്രിയമുള്ളവരെ, ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയുടെ അവസാനമാണെങ്കിൽ അത്താഴ സമയങ്ങളിലൂടെ എണീറ്റ് ശീലമുള്ളവരാ നമ്മൾ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരം ഫർള് കഴിഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്, അഫ്ദലുസ് സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരങ്ങൾ അതിൻ്റെ രാത്രിയുടെ നമസ്കാരങ്ങളാണ്. രാത്രി നമസ്കാരങ്ങളാണ് ഇനി അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്. അഹബ്ബുദ്ദീൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം അത് എത്ര ചുരുങ്ങിയാലും പതിവാക്കുന്നതാണ്. എന്നും 11 പറ്റുമോ 11 നിലനിർത്തി പോകാൻ, ഒന്നും കഴിയാത്തവരോടൊരു 3 പതിവാക്കാൻ. സൂറത്തുൽ അലയും കാഫിറൂനും ഇഖ്ലാസും ഓതി പതിവായി 3 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന് ഇഷ്ടമാണ്. നമ്മളുടെ തഖ്വ ചോർന്നു പോകാതിരിക്കാനാണ്. അതുപോലെ അത്താഴ സമയങ്ങളിൽ അല്ലാഹുവിനോട് കേണപേക്ഷിച്ച് പറയുക,
പറയലാണ്. പ്രിയമുള്ളവരെ, കാരണം എന്താണെന്നറിയോ? നേരത്തെ സൂചിപ്പിച്ചില്ലയോ, അള്ളാഹു അത്താഴത്തിന്റെ സമയമില്ലയോ, രാത്രിയുടെ 1/3 അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയങ്ങളിൽ അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യാൻ, അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ, കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ, പാപങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ, ഇത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ ഇൻഷാ അല്ലാഹ് റമദാനിന്റെ ചൈതന്യം നമ്മളിൽ നിന്ന് അവസാനിക്കുന്നില്ല. ആ റമദാനിനെ തുടർത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധ്യമാകുന്നത്, തഖ്വ മുന്നോട്ട് നയിക്കാൻ സാധ്യമാകുന്നത്, അത്താഴ സമയങ്ങളിൽ എണീറ്റോ അല്ലാഹുവിനോട് പറഞ്ഞോ, ഖിയാമുൽ ലൈലിനെ പതിവാക്കിക്കോ. അഞ്ചാമത്തെ കാര്യം പറഞ്ഞത് വമജാലിസത്തു സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂടെ കൂടിയിരിക്കലാണ്, നല്ല ആളുകളോടുള്ള സഹവാസമാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ അയാളുടെ മിത്രത്തിന്റെ മതത്തിലാ. നല്ല സ്വഭാവമുള്ള സ്വാലിഹീങ്ങളോട് ഇടകലർന്ന് ജീവിക്കുമ്പോ, അവരുടെ സൽഗുണങ്ങൾ ഉണ്ടാകുമ്പോ, ദഅവാ സംരംഭങ്ങളിൽ, പ്രബോധനങ്ങളിൽ, ദീനിന്റെ സേവനങ്ങളിൽ കൂട്ടം കൂടമായി സംഘമായി പ്രവർത്തിക്കുമ്പോ അൽഹംദുലില്ലാഹ് നല്ലതല്ലാതെ സംഗമിക്കാനില്ല. എന്നാൽ ചീത്ത കൂട്ടുകെട്ടുകളാണോ, മോശം ആളുകളാണോ, അത്തരം ആളുകളോടുള്ള സഹവാസങ്ങൾ തിന്മകൾക്കുള്ള പ്രചോദനമാണെങ്കിൽ തഖ്വ നശിക്കാതിരിക്കാൻ നല്ല ആളുകളോട് കൂട്ടുകൂടണമെന്നാണ് അള്ളാന്റെ മുത്തുനബിയോട് പോലും അല്ലാഹ് പറഞ്ഞത്. സൂറത്തുൽ കഹ്ഫിലൂടെ കാണാ, രാവും പകലും അല്ലാഹുവിനോട് തേടുന്ന സ്വാലിഹീങ്ങളോട് കൂടെയാണ് സഹവസിക്കാനുള്ളത്. അള്ളാഹിൻ്റെ വജ് ഉദ്ദേശിക്കുന്ന ആളുകളുടെ കൂടെ അങ്ങനെ നല്ലൊരു സഹവാസം. ഒന്നുകൂടെ ഞാൻ ഈ 5 കാര്യങ്ങളൊന്നുകൂടെ പറയാൻ. ഒന്ന്, ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കിയുള്ള പാരായണങ്ങൾ ഉണ്ടാവുക. രണ്ടാമത്തത്, സുന്നത്ത് നോമ്പുകൾ തുടർത്തിക്കൊണ്ടു പോവാൻ, ഐച്ഛികമായ നോമ്പുകളെ നമുക്ക് ഈ തഖ്വങ്ങനെ നിലനിന്ന് പോവാൻ. മൂന്നാമത്തത്, രാത്രിയിലുള്ള നമസ്കാരങ്ങളെ അത്താഴ സമയങ്ങളിലൊക്കെ എണീച്ച് ശീലിച്ച് നമ്മൾ അതേസമയം അള്ളാഹിനോട് കേണ് പറയുന്ന, താഴ്മയായി ചോദിക്കുന്ന, കണ്ടോ, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ നമ്മളിലുണ്ടാവുക. അഞ്ചാമത്തെ വിഷയം, നല്ല ആളുകളോടുള്ള സഹവാസങ്ങൾ, കൂട്ടുകൂടലുകൾ, നല്ല ആളുകളോടായിത്തീരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. ഞാനതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് പറയാൻ, നമ്മുടെ മക്കൾ ഇവിടെ CREയുടെ വിഷയങ്ങളെ പറഞ്ഞു, ഇവിടെ നടക്കുന്ന സെൻറ്ററുകളെ പറ്റിയൊക്കെ പറഞ്ഞു. നമ്മുടെ മക്കളെയും അങ്ങനെ ഒരു കൂട്ടുകെട്ടിലേക്ക് നമ്മൾ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നാളെ നമുക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. നമ്മളുടെ ന്യൂസിൽ കേൾക്കുന്ന ഏതോ ഒരു നാട്ടിൽ നടക്കുന്ന വാർത്തകളിൽ നിന്ന് ഇന്ന് നമ്മളുടെ മൂക്കിൻ്റെ താഴെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതെൻ്റെ വീട്ടിൽ വരാതിരിക്കാൻ വലിയൊരു സഹായകമാണ് അത്തരമൊരു കൂട്ടുകെട്ടിൽ, ഒരു മതാന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന് അതല്ല ഈ വിനോദങ്ങളിലൊക്കെ മതിമറക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ അവരും പതിയെ പതിയെ നമ്മളോട് യാത്ര പറയും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഇത്തരം അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.